Vanakkam, Vandanam, Namaskaram. Good morning to you all. This side Guruji from Trader, Option Trader. എല്ലാവർക്കും നമസ്കാരം. നിറച്ച് ന്യൂ ജോയിനീസൊക്കെ വരുന്നുണ്ട്. വളരെ നന്ദി, സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ നന്ദി. ഒരു അപേക്ഷയാണ് ഇത്. ചെയ്താൽ നമുക്ക് കൂടുതൽ അനാലിസിസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൊഫൈലിൽ തരാൻ പറ്റും. ഒരു ഫ്രീ വെബിനാറൊക്കെ ചെയ്യാൻ പറ്റും. അതിന് എനിക്ക് വേണ്ടത് മോർ ലൈക്ക്, ഇത് മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിനെ നോക്കുന്നതിൽ ഡിഫറൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. നിഫ്റ്റി ഫ്യൂച്ചറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും നിഫ്റ്റി ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ്, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നോക്കാം. ഇന്ന് തിങ്കളാഴ്ച നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 8:05 18-ാം തീയതിയാണ്. നമ്മൾ മാർച്ച് 18-ാം തീയതിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ സെബി രജിസ്റ്റർഡ് അല്ല, അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ഈ ഒരു ലെവൽ ഈ ആഴ്ചയ്ക്ക് മുന്നേ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 22,300 നിഫ്റ്റി ഫ്യൂച്ചർ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റി ഫ്യൂച്ചർ ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ. ഓക്കെ, ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ കാൽക്കുലേഷൻ അതാണ് നമുക്കവിടെ കാണിക്കുന്നത്. ഒരു 100 പോയിൻറ്റിൻ്റെ റേഞ്ച് മാത്രമേ ഒരു ദിവസം നിഫ്റ്റി ഫ്യൂച്ചർ തരാനുള്ള സാധ്യതകളുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ റേഞ്ച് ഇല്ല നിഫ്റ്റി ഫ്യൂച്ചറിൽ. ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നമ്മൾ നോക്കിയതുപോലെ ഇന്ന് ഈ 22,080 താഴെ ഓപ്പൺ ആയാൽ, കാരണം ഈ വെള്ളിയാഴ്ചത്തെ ഡേ ലോ നിഫ്റ്റി ഫ്യൂച്ചറിൽ വെള്ളിയാഴ്ചത്തെ ഡേ ലോ 100% വീക്കർ ഹാൻഡ്സ് ആണ്. ആ വീക്കർ ഹാൻഡ്സിനെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിഫ്റ്റി ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ 22,080 അവിടെ നിഫ്റ്റി ഫ്യൂച്ചർ അതിൻ്റെ താഴെ ഓപ്പൺ ആയാൽ, ഓപ്പൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 21,080 അല്ലെങ്കിൽ 21,950 അല്ലെങ്കിൽ 80 ആ ലെവല് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. താഴോട്ട് തന്നെ മുകളിലോട്ട്, അതായത് ഈ പറഞ്ഞ 22,300 പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അക്സെപ്റ്റൻസ് 22,180. അത് നമുക്ക് 14 വ്യാഴാഴ്ചത്തെ വാല്യൂ ഏരിയയുടെ ലോയാണ് 22,180 വരുന്നത്. ആ ലോ അക്സെപ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ, ആ ഡേയുടെ ലോ അക്സെപ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് 22,300 എന്ന് പറയുന്നത്, അതായത് 14 മാർച്ചിൻ്റെ പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയയുടെ ലോ 22,180 ആണ്. അതിനകത്ത് നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ 22,300 മുകളിലോട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. സോ ഇതെല്ലാം ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൊഫൈലാണ്. സോ ഈ ഒരു പഴയ ഒരു PPOC ക്ലിയർ ചെയ്യാനായിട്ട് താഴെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം ഇന്ന് താഴോട്ട് തന്നെയാണ് നോക്കുന്നത്. അത് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തുക, അതിനനുസരിച്ച് ട്രേഡിങ്ങുകൾ പ്ലാൻ ചെയ്യുക. കണ്ടതിൽ വളരെ നന്ദി. നമസ്കാരം.